ഹായ്, എല്ലാവർക്കും സുഖല്ലേ? എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു വെജിറ്റബിൾ ബ്രെഡ് സാൻഡ്വിച്ച് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ് കേട്ടോ ഇത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് മയണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു മയണൈസ് വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നേ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിലേക്കായിട്ടേ നമ്മൾക്കൊരു സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി കൂടാതെ മല്ലിയില ഇത്രയും സാധനങ്ങൾ കൂടി ആവശ്യമുണ്ട്. ഈ വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 സെറ്റ് വെജിറ്റബിൾ സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പച്ചക്കറികൾ മാത്രം അരിഞ്ഞെടുത്താൽ മതി. എരിവിനാവശ്യമായ ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെ മയണൈസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഈ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ബ്രെഡാണ് കേട്ടോ. ഇനിയിപ്പം അരിഞ്ഞെടുത്ത പച്ചക്കറികളൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാമേ. 2 സെറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പച്ചക്കറികൾ മതിയാകും കേട്ടോ. ക്യാബേജ്, കക്കിരിക്ക ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഒരു സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ അത് ഇരിപ്പില്ല കേട്ടോ. അതുകൊണ്ടാണ് വീട്ടിലുള്ള പച്ചക്കറികൾ കൊണ്ട് ഞാൻ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചു നോക്കിയപ്പോഴേ ഇതിൻ്റെ രുചി പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അരിഞ്ഞെടുത്ത പച്ചക്കറികളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇപ്പോൾ 3 സ്പൂൺ മയോണൈസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എരിവിനാവശ്യമായ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മയോണൈസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചില്ലി ഫ്ലേക്സ് ചേർത്താണ് ഉണ്ടാക്കണതെങ്കിൽ ഈ ഒരു കുരുമുളക് പൊടി ഒഴിവാക്കിക്കോളൂ കേട്ടോ. ഉപ്പ് പോരാന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബ്രെഡ് പീസ് 2 വശം ഒന്ന് മുരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം 4 ബ്രെഡ് സ്ലൈസസും ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുരിച്ചെടുക്കുകയാണേ. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിന് പകരം ഇതുപോലൊരു സാൻഡ്വിച്ച് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സാൻഡ്വിച്ചാണ് കേട്ടോ ഇത്. ബ്രെഡ് മുരിച്ചെടുക്കണ സമയത്ത് നെയ്യ് തന്നെ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ബ്രെഡ് 2 വശവും മുരിച്ചെടുത്തതിന് ശേഷം ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. മയണൈസ് നല്ല തിക്കായിട്ട് വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. എന്നാലേ നമ്മൾ ഫില്ലിങ്ങിൽ ചേർക്കുമ്പോഴും നല്ല തിക്കായിട്ട് കിട്ടുകയുള്ളൂ. ഇനി അഥവാ നിങ്ങൾ മയണൈസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തെ അതൊന്ന് ലൂസായി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ചേർത്തിട്ട് ഒന്നുകൂടി മിക്സിയിൽ കറക്കിയെടുത്താൽ മതിയാകും. ഇനിയിപ്പം ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു ചീസ് സ്ലൈസും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമ്മൾ നേരത്തെ മുരിച്ചെടുത്ത ബ്രെഡ് പീസ് അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണേ. ബ്രെഡ് പീസും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇനിയിപ്പം 2ാമത്തെ സെറ്റ് ബ്രെഡ് സാൻഡ്വിച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കാമേ. ബ്രെഡ് സ്ലൈസ് വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫില്ലിങ്ങും ടൊമാറ്റോ സോസും ചീസ് സ്ലൈസും വേറൊരു ബ്രെഡ് പീസും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കണ്ട കേട്ടോ. ചീസ് സ്ലൈസ് വെച്ച് കൊടുത്തോണ്ട് അത് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടേ ഞാനിതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ. പാൻ ചൂടാക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നേരത്തെ അതിനുള്ളിൽ വെച്ച ചീസ് സ്ലൈസ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടാകും. ഇനിയിപ്പം ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്ത് വിടാനോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ പലഹാരമായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാൻഡ്വിച്ചാണ് കേട്ടോ ഇത്.
നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു വെജിറ്റബിൾ ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കി നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിലും ഈ ഒരു ഫില്ലിങ് വെച്ച് റോൾ ചെയ്തിട്ട് നമ്മൾക്ക് ഇതേപോലെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പം ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.